ഹലോ ഗായ്സ്, വെൽക്കം ടു സൺഡേ വ്ലോഗ് ഓഫ് ഊട്ടി മല്ലൂസ്. അങ്ങനെ ലോങ് വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നാളെ എബിക്കുട്ടൻ്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ പപ്പായ്ക്കും മമ്മിക്കാണെങ്കിൽ അവനെ സ്കൂളിൽ കൊണ്ടുപോകാനും അവനെ സ്കൂളിൽ പോകുന്ന കാണാനും ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവർ നാട്ടിൽ നിന്ന് ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരാണെങ്കിൽ 3 മണിയായപ്പം വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് അവർ വരുന്നത്. ഗൂഗിൾ മാപ്പിൽ 9 മണിയാകുമ്പോൾ ഇവിടെ എത്തുമെന്നാണ് കാണിക്കുന്നത്. എബിക്കുട്ടൻ്റെ സ്കൂളിൻ്റെ ഡേറ്റ് വന്നപ്പോൾ തന്നെ ഞങ്ങളാണെങ്കിൽ ഇ പാസിനും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇ പാസും കിട്ടി. അങ്ങനെ ഇന്നത്തെ ഈ വ്ലോഗിൽ ഞങ്ങളുടെ കൂടെ അവരെയും നിങ്ങൾക്ക് കാണാം. എബിക്കുട്ടൻ്റെ മുടിയൊക്കെ ആകെ വളർന്നിരിക്കുക, നാളെ സ്കൂളൊക്കെ തുറക്കുകയല്ലേ. അങ്ങനെ ഹെയർ കട്ട് ചെയ്യാൻ ഇച്ചായനും എബിക്കുട്ടനും കൂടി പോവാണ്. അങ്ങനെ ഇച്ചായനും കൂടി ഹെയർ കട്ട് ചെയ്യണമായിരുന്നു, ബിയേർഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ പപ്പായും മമ്മിയാണെങ്കിൽ 8:30 ആയപ്പോൾ തന്നെ വീട്ടിലെത്തി. എബിക്കുട്ടനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവരാണെങ്കിൽ കുറേ ടോയ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വന്ന വശം തന്നെ ബാഗ് തുറന്നിട്ട് ആ ടോയ്സ് ഒക്കെ വെച്ച് കളിയായിരുന്നു. കുറേ ദിവസം കൊണ്ട് ഞാനും ഇച്ചായനും പറയുന്നുണ്ടായിരുന്നു ചക്ക ഒന്ന് കഴിക്കണമായിരുന്നു എന്ന്. എന്തായാലും അവർ വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച വശം തന്നെ അവരെല്ലാവരും കൂടി കടയിലേക്ക് പോയി. കുട്ടികൾ രണ്ടുപേരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കളിയായിരുന്നു. 1 മണിയായപ്പോൾ അവരെത്തി. ഞങ്ങൾ പിന്നെ ലഞ്ചൊക്കെ കഴിച്ച് റെഡി ആയിട്ടാണെങ്കിൽ ഇന്ന് പുറത്തേക്ക് കറങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വഴിയിലൊരു ചേട്ടനാണെങ്കിൽ ഫ്ലോർ മാറ്റ് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഫ്ലോർ മാറ്റൊക്കെ മേടിച്ചു. ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എത്തിയപ്പം അവിടെ പാർക്കിംഗ് ഒക്കെ ഫുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ എവിടെയോ വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇനി നടന്ന് പോവുകയാണ് ഗാർഡനിലേക്ക്. ഇവിടെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. ഈ വർഷം എന്തായാലും ഞങ്ങൾക്ക് ആണെങ്കിൽ ഫ്ലവർ ഷോ കാണാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി നോക്കാം ഫ്ലവേഴ്സൊക്കെ ഉണ്ടോയെന്ന്. പിന്നെ മെയിനായിട്ട് ഞങ്ങൾ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടിയാണ് ഗാർഡനിലേക്കും കൂടി വന്നത്. ഇച്ചായനാണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പോയി. പപ്പ അവിടെ ആണെങ്കിൽ മാങ്ങ വിൽക്കുന്നത് കണ്ടപ്പോൾ പപ്പ ആണെങ്കിൽ പോയി മാങ്ങ മേടിച്ചിട്ട് വന്നു. അടിപൊളി മാങ്ങയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡനിൽ. വെളിയിലാണെങ്കിൽ ഒരാൾ കാറിൻ്റെ കീ ചെയിൻ ആണെങ്കിൽ വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആവുന്ന എബിക്കുട്ടനോട് പറഞ്ഞു അത് കീ ചെയിനാ, അല്ലാതെ കാറല്ല, അവൻ അത് തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് മേടിച്ചു കൊടുത്തു. ഞങ്ങൾ അകത്തേക്ക് ചെന്നപ്പം കുറച്ചൊക്കെ ഫ്ലവേഴ്സ് നല്ല ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു, കുറച്ചൊക്കെ ആണെങ്കിൽ വാടിപ്പോയി. പിന്നെ ഫ്ലവർ ഷോയ്ക്ക് സെറ്റ് ചെയ്തതെല്ലാം അവരവിടെ ഊരിക്കൊണ്ടിരിക്കുകയായിരുന്നു. കളർഫുള്ളുള്ള ഫ്ലവേഴ്സൊക്കെ ആയിരുന്നു, കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ എടുത്തു. ഇത് അത്യാവശ്യം വലിയ പാർക്കായതുകൊണ്ട് എബിക്കുട്ടൻ അവിടെ എല്ലാം ഓടി കളിക്കുമായിരുന്നു. ഇത് കണ്ട് ഇച്ചൂട്ടനും അവിടെ ഓടി കളിക്കുമായിരുന്നു. ഇടയ്ക്കാണെങ്കിൽ ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ മാറുന്നുണ്ട്, ഇടയ്ക്ക് വെയിൽ വരുന്നുണ്ട്, ചെറുതായിട്ടാണെങ്കിൽ മഴത്തുള്ളികളും പൊടിയുന്നുണ്ടായിരുന്നു. ഇച്ചായനാണെങ്കിൽ നടന്ന് ടയേർഡായപ്പോൾ ഇച്ചായൻ അവിടെ അങ്ങ് ഇരുന്നു. പിള്ളേർ രണ്ടുപേരും നല്ല കളിയായിരുന്നു. ഈ ഗാർഡൻ്റെ ആണെങ്കിൽ ഇവിടെ കുറച്ചാണെങ്കിൽ ഒരു സ്ലോപ്പാണ്. അപ്പോൾ കുട്ടികളെല്ലാം അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടുന്ന് താഴോട്ട് ഇങ്ങനെ ഉരുളുമായിരുന്നു. അത് കണ്ടപ്പം എബിക്കുട്ടനും കൂടി ചെയ്യാൻ തുടങ്ങി. ചേട്ടൻ എന്ത് ചെയ്യുന്നെന്ന് നോക്കി നിൽക്കുവാണ് ഇച്ചൂട്ടൻ. അത് അവൻ ചെയ്യുന്ന കണ്ടപ്പം ഇച്ചൂട്ടനും അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഉരുളാൻ തുടങ്ങി. അവിടുന്ന് വിശാലമായിട്ട് കിടക്കുന്ന പാർക്കിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇച്ചൂട്ടൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവിടെ എല്ലാം ഓടി കളിക്കുകയായിരുന്നു. In sin so long, all the fields are gone. Fella stopped me on the street last night, said everything's alright. Roller coaster, make it through the day upright. It seems your meal ticket is gone, but life goes on. I could never imagine something better. Yeah, right. Now you're cooking on high heat in the middle of the street. അങ്ങനെ അവിടുത്തെ ക്ലൈമറ്റ് മാറാൻ തുടങ്ങി. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഊട്ടിയുടെ ക്ലൈമറ്റ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല, എപ്പോൾ വേണമെങ്കിലും മാറും.
ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ പുറത്താണെങ്കിൽ കുറേ സ്റ്റോളുകളുണ്ട്. അവിടെയാണെങ്കിൽ ഊട്ടി പൂവുകളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. വെറൈറ്റി ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അവിടെ ഈ പൈൻ മരത്തിൻ്റെ ഒരു കായുണ്ട്. ആ കായ വെച്ചിട്ടാണെങ്കിൽ ഒരു ഷോ പീസ് പോലെ നമ്മുടെ വീട്ടിൽ ഷോ കേസിൽ വെക്കാനാണെങ്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. റേറ്റ് ചോദിച്ചപ്പോൾ അന്യായ റേറ്റ് ആയിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ആ വഴിക്കേ പോയില്ല. ഞങ്ങളാണെങ്കിൽ ചോളത്തിൻ്റെ സ്റ്റോള് കണ്ടു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചോളം മേടിച്ചു അവിടുന്ന്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. കഴിക്കാത്ത എബിക്കൂട്ടം വരെ ആണെങ്കിൽ മേടിച്ച് കഴിക്കുകയായിരുന്നു. ഇച്ചൂട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇച്ചൂട്ടനും കഴിക്കുമായിരുന്നു. ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കുറേ കടകളുണ്ട്. അതൊരു മിനി കോംപ്ലക്സ് തന്നെയാണ്. അവിടെയാണെങ്കിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ബാഗും ഡ്രസ്സസും വുലൻ ഡ്രസ്സസും അതുപോലെ ടോയ്സും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പം വെറൈറ്റി ടൈപ്സ് ഓഫ് ബാഗും ലേഡീസിനുള്ള ഹാൻഡ് ബാഗ്സും ഒക്കെ ഉണ്ടായിരുന്നു. മമ്മിക്കാണെങ്കിൽ ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു മിനി പേഴ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു അടിപൊളി പേഴ്സ് അവിടെ നിന്ന് മേടിച്ചു ഞങ്ങൾ. അത്യാവശ്യം സെയിൽ ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ആണെങ്കിൽ റീസണബിൾ പ്രൈസ് തന്നെയായിരുന്നു. പിന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഒക്കെ, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മാർഷ്മെല്ലോസ് കണ്ടത്. ഊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ മാർഷ്മെല്ലോസ് മേടിക്കാതെ ഞങ്ങൾ പോവില്ലല്ലോ. മാർഷ്മെല്ലോസ് കണ്ടപ്പോൾ ഇച്ചൂട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവന് മാർഷ്മെല്ലോസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോയത് ചായ കുടിക്കാൻ. ഞങ്ങൾ സ്ഥിരം ചായ കുടിക്കുന്ന ടീ സ്റ്റോളിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടുത്തെ ബജ്ജിയും ചട്നിയും ചായയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പപ്പായും മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുന്നൂറിലെ ചെറിബെറിയിലേക്കാണ് പോയത്. ഒരു വട്ടം പപ്പായും മമ്മിയും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറിബെറിയിലേക്ക് പോകണമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ അന്ന് ഇവരെയും കൊണ്ട് വരാൻ പറ്റിയില്ല. സോ ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു ഇങ്ങോട്ടേക്ക് വരണമെന്ന്. ഇന്നാണെങ്കിൽ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ കുട്ടികൾക്കാണെങ്കിൽ ക്യാപ്പും സ്വെറ്ററും ഒക്കെ ഇട്ടു. മമ്മിക്കും ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മമ്മി സ്വെറ്ററൊക്കെ ഇട്ടു. അങ്ങനെ അവിടെ ഫയറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. പിന്നെ എന്തൊക്കെയോ ഗ്രില്ലും ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഗ്രീൻ വെജിറ്റബിൾ ഷീക്ക് കബാബ് ഓർഡർ കൊടുത്തു. ഷീക്ക് കബാബ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എബിക്കുട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അകത്ത് തന്നെ ആണെങ്കിൽ ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട്, സൂപ്പർ മാർക്കറ്റും കെഫേ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ എബിക്കുട്ടനെ പ്ലേ ഏരിയയിൽ വിട്ടിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തേക്ക് പോയി. ഇവിടുത്തെ പ്ലേ ഏരിയയിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം നമ്മൾ അവിടെ എൻട്രി ചെയ്യും. കുട്ടികളാണെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ വിളിച്ച് ഇൻഫോം ചെയ്യും. അത്രയ്ക്ക് സേഫ്റ്റി ഉണ്ട് അവിടെ. ഓരോ മണിക്കൂറിനാണെങ്കിൽ ഓരോ റേറ്റ് ആണ് അവിടെ. അങ്ങനെ ഇച്ചൂട്ടനും എബിക്കുട്ടനും അവിടെ എൻജോയ് ചെയ്ത് കളിക്കുകയായിരുന്നു. എബിക്കുട്ടൻ അവിടെ ആണെങ്കിൽ പുതിയ ഫ്രണ്ടിനെയൊക്കെ കിട്ടി. പിന്നെ ആ കുട്ടിയുടെ കൂടെയായിരുന്നു, ഭയങ്കര കളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം കളിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഇനിയും അവൻ നാളെ സ്കൂളിൽ പോകണം. അവൻ്റെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അവൻ്റെ ബുക്കെല്ലാം പൊതിയണം. ബുക്ക് കവർ ചെയ്യുന്ന ഡ്യൂട്ടി ആണെങ്കിൽ എബിക്കുട്ടൻ്റെ അപ്പാപ്പൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി അവൻ്റെ ബുക്ക് കവർ ചെയ്യണം, ബാഗെല്ലാം പാക്ക് ചെയ്യണം. ഡാഡി എങ്ങനെയുണ്ട് ബുക്ക് പൊതിയുമ്പോൾ? കുറേ വർഷങ്ങളായില്ലേ? പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടിൽ ദെൻ ബൈ.